നോ ജോയിനിങ് ഫീ, നോ ആനുവൽ ഫീ, ലൈഫ് ടൈം ഫ്രീ. ഒരു ക്രെഡിറ്റ് കാർഡ് ബിഗിനറെ സംബന്ധിച്ചിടത്തോളം, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം നോക്കേണ്ടത് ആ ക്രെഡിറ്റ് കാർഡ് എനിക്ക് അനുയോജ്യമാണോ എന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങൾ നോക്കണം. ഒന്ന്, നമുക്ക് അതിൻ്റെ ഫീ നോക്കണം. രണ്ട്, ഓഫേഴ്സുകൾ നോക്കണം. അതേപോലെ എത്രയാണ് റിവാർഡ് പോയിന്റുകൾ കിട്ടുന്നത് നോക്കണം. അതേപോലെ ഇതിന് അപ്ലൈ ചെയ്യാൻ ഞാൻ അർഹനാണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഓരോന്നായി നോക്കാം. ആദ്യം ഫീ തന്നെ എടുക്കാം. നോ ജോയിനിങ് ഫീ, നോ ആനുവൽ ഫീ, ലൈഫ് ടൈം ഫ്രീ. ഇതാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഏതാണല്ലേ? ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡാണ് ഇത്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന കമ്പനികൾ, വളരെ എളുപ്പത്തിൽ അപ്രൂവ് ആകുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് ഈ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുമെന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിന്റെ ഓഫേഴ്സ് ആണ് നോക്കേണ്ടത്. നിങ്ങൾ സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാസം 2 തവണ 40% സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. എന്നാൽ തിരഞ്ഞെടുത്ത റെസ്റ്റോറൻറ്റുകൾ മുഖേനയാണെങ്കിൽ അവിടെ 15% ഡിസ്കൗണ്ട് ഫുഡ് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബിൽ പേയ്മെന്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ മിന്ത്ര വഴി മികച്ച രീതിയിൽ ഫാഷൻ ഓറിയന്റഡ് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് 10%. കൂടാതെ ആമസോൺ പേ വഴി നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലുകൾ, അത് ഗ്യാസിന്റെ ബില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടർ ബില്ലായിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ബില്ലായിക്കോട്ടെ, ഫോൺ ബില്ലുകൾ, ബ്രോഡ്ബാൻഡ് ബിൽ, ഇതേപോലുള്ള ബില്ലുകൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും ശരാശരി 150 രൂപ വരെ ക്യാഷ് ബാക്ക്, അല്ലെങ്കിൽ 5%. അങ്ങനെ ഒരു വർഷം 1800 രൂപയ്ക്ക് അടുത്തുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയി നിങ്ങൾക്ക് കിട്ടും. ഇനി മികച്ചൊരു സിനിമാ പ്രേമിയാണോ? എന്നാൽ അപ്പോഴും നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അതായത് നിങ്ങൾ ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 100 രൂപ ക്യാഷ് ബാക്ക്. അങ്ങനെ ഒരു വർഷം 1200 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്കിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇത് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച്, അതായത് യങ്സ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും, സിനിമകൾ കാണാൻ വേണ്ടി പോകും, മിന്ത്ര വഴി ഷോപ്പിംഗ് നടത്തും. ഇങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഓഫേഴ്സുകൾ കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അടുത്തതായി നോക്കേണ്ടത് നമുക്ക് എത്രയാണ് റിവാർഡ് പോയിന്റുകൾ കിട്ടുന്നത് എന്നതാണ്. ഓരോ 200 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് വെച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ റിവാർഡ് പോയിന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചറാക്കി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റീചാർജിനും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ റിവാർഡ് പോയിന്റുകൾ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിന് അപ്ലൈ ചെയ്യാൻ ഞാൻ യോഗ്യനാണോ എന്നതാണ് നോക്കേണ്ടത്. നിങ്ങളുടെ പ്രായം 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഡോക്യുമെന്റുകളായ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുതലായവയാണ് ഇതിന് ആവശ്യമായി വരുന്നത്. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഒരു സാലറിഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം 21,000 രൂപയ്ക്ക് മുകളിലും, ഒരു സെൽഫ് എംപ്ലോയിയെ സംബന്ധിച്ച് ഒരു 30,000 രൂപയ്ക്ക് മുകളിലുമാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കുകയും ചെയ്യാം ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ അറിവ് വളരെ വിവരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.